എൻ്റെ കുട്ടിയുടെ തള്ളവിരൽ സ്ട്രെയിറ്റ് ആകുന്നില്ല. ഇത് കേട്ടിട്ടുണ്ടോ? കാം ഡൗൺ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദാറ്റ്. ഈ അസുഖത്തിൻ്റെ പേര് പീഡിയാട്രിക് ട്രിഗർ തമ്പ് എന്നാണ്. ഇറ്റ് ഈസ് എ വെരി കോമൺ കണ്ടീഷൻ. ഇത് ഇഞ്ചുറി കൊണ്ട് വന്നതുമല്ല, അതുപോലെ പേരൻസിൻ്റെ ഫോൾട്ടും അല്ല. ഈ തള്ളവിരൽ മടക്കുന്നതിന് വിരലിൻ്റെ മുന്നിൽ കൂടി ഒരു ടെൻഡൻ പോകുന്നുണ്ട്. ആ ടെൻഡൻ സ്മൂത്തായിട്ട് പോകാനായിട്ട് ഒരു പുള്ളി സിസ്റ്റം ഉണ്ട്. ആ പുള്ളി സിസ്റ്റത്തിൽ ഒരു ടൈറ്റ്നസ് വന്നു കഴിഞ്ഞാൽ ഈ വിരൽ ബെൻഡായി സ്റ്റക്കായതുപോലെ ഇരിക്കും. ഇതുള്ള കുട്ടികളിൽ ഈ തമ്പിൻ്റെ ബേസ് പാർട്ട് ഇവിടെയായിട്ട് ചെറിയ തടിപ്പ് പോലെ കാണാറുണ്ട്. ഇതിൻ്റെ പേര് നൊട്ടാ നോഡ്യൂൾ എന്നാണ്. ഇതൊരു ക്യാൻസറോ ട്യൂമറോ ഒന്നും അല്ല. ഇത് വെറും ഒരു ടെൻഡൻ തിക്കനിങ് മാത്രമാണ്. ഇനി പറയുന്ന കാര്യങ്ങൾ പേരൻസ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഇത് ഒരു ജന്മനാ വരുന്ന അസുഖമല്ല. സാധാരണ ഒരു 6 മാസത്തിനും 2 വയസ്സിനും ഇടയിലാണ് ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുള്ളത്. മുതിർന്ന ആൾക്കാർക്ക് വരുന്നത് പോലെ അല്ല. ഇത് ചെറിയ കുട്ടികൾക്ക് വരുമ്പോൾ 2 വയസ്സിന് താഴെ ഒട്ടുമിക്കവർക്കും ഇത് ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ക്യൂറായി പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒബ്സർവേഷൻ മാത്രമാണ്. ഇമ്മീഡിയറ്റ് സർജറി ഇതിന് ആവശ്യമില്ല. ഇത് എല്ലിന് പരുക്ക് പറ്റിയതാണെന്ന് കരുതി ഉഴിച്ചിലിനോ കെട്ടിക്കലിനോ ഒന്നും പോകാൻ പാടുള്ളതല്ല. ഇനി 6 മാസത്തെ ഒബ്സർവേഷന് ശേഷവും കുട്ടിയുടെ തള്ളവിരൽ മടങ്ങി തന്നെയാണ് ഇരിക്കുന്നത്, നുവരുന്നില്ല എങ്കിൽ ഇതിന് ഒരു ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടിവരും. ഇത് വെറും ഒരു 10 മിനിറ്റ് മാത്രമുള്ള ഒരു പ്രൊസീജിയറാണ്. ഇത് വളരെ സേഫും ഒരു പെർമനൻറ്റ് സൊല്യൂഷനുമാണ്. കറക്റ്റ് ടൈമിൽ കണ്ടുപിടിച്ചാൽ ട്രിഗർ തമ്പ് കുട്ടിയുടെ വളർച്ചയെയോ കൈയുടെ ഫംഗ്ഷനെയോ ഒന്നും അഫക്റ്റ് ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.